ആതുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. ആതുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവസ്നേഹത്തിൻ്റെ മഹനീയ പ്രവർത്തികളെ വിവരിക്കുന്ന നേഴ്സസ് ടൈമിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവരെയും ഏറെ സ്നേഹത്തോടെയും പ്രാർത്ഥനയോടെയും സ്വാഗതം ചെയ്യുന്നു. സങ്കീർത്തനം 62:7 ഇപ്രകാരം പറയുന്നു: എൻ്റെ മോചനവും മഹിമയും ദൈവത്തിലാണ്, എൻ്റെ രക്ഷാശിലയും അഭയവും ദൈവമാണ്. ഈ വചനത്തിൻ്റെ അഭിഷേകത്താൽ നിറഞ്ഞു ജീവിക്കുന്ന ദുബായിൽ നിന്നുള്ള നേഴ്സ് സഹോദരങ്ങളെ നമുക്ക് പ്രാർത്ഥനയോടെ ശ്രവിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. നമുക്ക് പരസ്പരം നമ്മളെ അറിയാമെങ്കിലും ശാലോം പ്രേക്ഷകർക്കായി നമ്മളെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ഷിജി. 23 വർഷമായി ദുബൈയിൽ നേഴ്സായി ജോലി ചെയ്യുന്നു. കുടുംബമായിട്ട് ജീവിക്കുന്നു. നാട്ടിൽ പുഞ്ചവേൽ സെൻറ്റ് മേരീസ് ഇടവാംഗമാണ്. എൻ്റെ പേര് ഷിജി. 13 വർഷമായി നേഴ്സായി ദുബായിൽ ജോലി ചെയ്യുന്നു. നാട്ടിൽ ആലുവ സെൻറ്റ് ജോസഫ് കാരുകുന്ന് ഇടവകാംഗമാണ്. എന്നെ ശക്തനാക്കുന്നതിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും. ഈ വചനത്തിൻ്റെ മാധുര്യം ചേച്ചി രുചിച്ചറിഞ്ഞിട്ടുണ്ടല്ലോ. അതെ ഷിജി, ഈ ഒരു വചനം ദൈവം എന്നെ പല സാഹചര്യങ്ങളിലും എന്നെ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. ഈയിടെ ഞങ്ങളുടെ വാർഡിൽ ഒരു കുഞ്ഞ് അഡ്മിറ്റായി. 13 വയസ്സുണ്ട്. പക്ഷേ ആൾ ഒത്തിരി അണ്ടർ വെയ്റ്റ് ആണ്. 30 കിലോ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ കുഞ്ഞിനെ പെട്ടെന്ന് ഡയാലിസിസിന് എടുക്കേണ്ടതായിട്ട് വന്നു. അന്നേരം ഈ അഡൽട്ടിൻ്റെ കാത്തീറ്ററുകൾ മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക്. അന്നേരം പീഡിയാട്രിക് വാർഡിൽ നിന്ന് അത് സംഘടിപ്പിച്ച് പെട്ടെന്ന് അതിനെ കാത്തീറ്റർ ഇടേണ്ട സാഹചര്യത്തിൽ ഞങ്ങൾക്കെല്ലാം പേടിയായി. കുഞ്ഞിനെ കണ്ടപ്പോൾ തീരെ ചെറിയ മോളാണ്. അപ്പോൾ ഇതിനെ കണ്ട ഉടനെ തന്നെ നമ്മുടെ മനസ്സിൽ നമ്മുടെ പിള്ളേരുടെയൊക്കെ ഒരേ പ്രായവും ഇതൊക്കെ കണ്ടപ്പോഴത്തേക്ക് ഡോക്ടറിനും ഒരു വിഷമം, ഞങ്ങൾക്ക് എല്ലാവർക്കും വിഷമം. ഇത്രയും ഒരു കുഞ്ഞിനെ ഞങ്ങൾ ഹാൻഡിൽ ചെയ്തിട്ടില്ല. പെട്ടെന്ന് ഞങ്ങൾ റിലേറ്റീവ്സിനോടൊക്കെ പറഞ്ഞ് ഞങ്ങൾ 2 നേഴ്സുമാരും ഈ ഡോക്ടറും കൂടെ കാത്തറ്റർ ഇടാൻ വേണ്ടി പോയി. സത്യം പറഞ്ഞാൽ ഞാൻ ആ കുഞ്ഞിൻ്റെ തലയ്ക്കലാണ് നിന്നെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി വേറൊരു മോളും അവിടെ നിന്നു. ഡോക്ടറും ഞങ്ങൾ 3 പേരും അവിടെ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചു. ഈ കാത്തറ്റർ ഇട്ടു. കുഴപ്പമൊന്നുമില്ലാതെ ഈ കുഞ്ഞിനെ ഡയാലിസിസ് ചെയ്തു. അപ്പം ഞാൻ ഈ വചനം അവിടെ നിന്ന് പല പ്രാവശ്യം ഉരുവിടുന്നുണ്ടായിരുന്നു. ഡോക്ടർ ഈ കാത്തറ്റർ ഇടുമ്പോൾ ഈ ഒരു വചനം ഞാൻ അവിടെ നിന്ന് വചനം പറയുന്നുണ്ട്. കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് അതിൻ്റെ നെറ്റിയിൽ കുരിശ് വരച്ചുകൊണ്ടിരുന്നു. ഈ പ്രൊസീജിയർ എല്ലാം കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറയുക, എടോ ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വർഷം എക്സ്പീരിയൻസിൻ്റെ ഇടയ്ക്ക് ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും തീരെ ഒരു കുഞ്ഞിനെ ഞാൻ കാത്തറ്റർ ഇട്ട് എന്നുള്ളത്. ആ ഒരു വചനം എന്നെ വളരെയധികം സഹായിച്ചു. എൻ്റെ നേഴ്സിംഗ് പഠനം കഴിഞ്ഞ് ആദ്യമായിട്ട് ഞാൻ നേഴ്സായിട്ട് ജോലി ചെയ്യുമ്പോൾ ഒരു അപ്പനും അമ്മയും ഒരൊറ്റ മകനെ വിഷം കുടിച്ച് കാഷ്വാലിറ്റിയിലേക്ക് കൊണ്ടുവന്നു. പേഷ്യൻ്റ് ഒത്തിരി വയലൻ്റ് ആയിരുന്നു. എന്ത് ചെയ്യണമെന്നറിയാത്തൊരു അവസ്ഥയിലായിരുന്നു. പാരൻസും എല്ലാം വളരെയധികം കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് സ്റ്റൊമക്ക് വാഷ് എല്ലാം കൊടുത്തു. വയറൊക്കെ കഴുകാനായിട്ടൊക്കെ നോക്കി. പേഷ്യൻറ്റിൻ്റെ അടുത്ത് ഒന്ന് ശാന്തമാകാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ ഒരു കൊന്തയുണ്ടായിരുന്നു. ആ കൊന്ത എടുത്തിട്ട് പേഷ്യൻ്റെ കയ്യിലൊന്ന് അമർത്തി പിടിച്ചു. കിട്ടുന്ന സമയത്തെല്ലാം കുരിശ് വരച്ച് തലവണയുടെ അടിയിൽ വെച്ചു. അങ്ങനെ പതിയെ പേഷ്യൻ്റ് റിക്കവറി ആയിട്ട് വന്നു. അത് ഒത്തിരി സന്തോഷം തോന്നി ഈ ഒരു സംഭവത്തിലൂടെ. എൻ്റെ ഞാൻ ജോലി ചെയ്തത് പല സ്ഥലങ്ങളിലും നമ്മൾ ഈശോയെ പേഷ്യൻസിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഞങ്ങൾക്കൊരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു, ബ്ലാഡറിൽ ക്യാൻസറായിട്ട് വന്നതാണ്. മൂത്രം പോകുന്നില്ലായിരുന്നു. മൂത്രം അതിനുവേണ്ടി പുറത്തൊരു ബാഗ് വെച്ച് മൂത്രം എല്ലാം കൂടെ ബാഗിലോട്ടായിരുന്നു വന്നുകൊണ്ടിരുന്നത്. പിന്നെ സർജറിയുടെ ഒരു കോംപ്ലിക്കേഷൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ അകത്തൂടെ മലവും കൂടെ വരാൻ തുടങ്ങി. അപ്പോഴത്തേക്ക്
നമുക്ക് എപ്പോഴും കണ്ടിന്യൂസ് ഡ്രസ്സിങ് ചെയ്യണം. അങ്ങനെ ഈ എപ്പോഴും ഡ്രസ്സിങ് ചെയ്യാത്തതിന് അവസാനം ഡയറക്റ്റ് നമ്മൾ സക്ഷൻ മെഷീനിലേക്ക് പിടിച്ചാണ് ഇതിനെ നമ്മൾ എംറ്റി ചെയ്തുകൊണ്ടിരുന്നത്. എന്നിരുന്നാൽ തന്നെ ഒരു 2 മണിക്കൂർ കൂടുമ്പോൾ നമ്മൾ ഈ ഡ്രസ്സിങ് മാറ്റി കൊടുക്കണം. അപ്പം ഈ ഒരു പേഷ്യൻറ്റിന് വേണ്ടി മിക്കവാറും അന്നൊക്കെ നമുക്കറിയാമല്ലോ, നമ്മൾ ജൂനിയേഴ്സായിട്ട് വരുമ്പം ഏറ്റവും സിക്കായിട്ടുള്ള പേഷ്യൻസിലല്ലേ നമുക്ക് കിട്ടുന്നത്. അപ്പം എനിക്ക് ഒരു മാസത്തിൽ മിക്ക ഡ്യൂട്ടികളിലും അദ്ദേഹത്തെ ആയിരുന്നു എനിക്ക് അസൈൻമെൻറ്റ് കിട്ടുന്നത്. അപ്പം ഞാൻ പുള്ളിയുടെ മുന്നിൽ നിന്ന് അങ്ങനെ പ്രാർത്ഥിച്ചില്ല. ഓരോ പ്രാവശ്യം ഡ്രസ്സിങ് ചെയ്യുമ്പോഴും ഈശോയെ അവിടുത്തെ തിരക്തം ഈ നോമസലൈൻ എടുക്കും, ആ സലൈൻ എടുക്കുമ്പോൾ അതിനകത്തോട്ടൊന്ന് മിക്സ് ചെയ്ത് വിശദീകരിക്കണേന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഡ്രസ്സിങ് ചെയ്തുകൊണ്ടിരുന്നത്. ഒരു 3 മാസത്തോളം ഞങ്ങളുടെ വാർഡിൽ കിടന്നു. അവസാനം ഈ പേഷ്യൻസ് നല്ല റിക്കവറായി, ഫുൾ സ്റ്റോമ എല്ലാം കരിഞ്ഞ് നന്നായിട്ട് പുള്ളി നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് പോയി. അത് കഴിഞ്ഞ് ഈ കോവിഡ് തീരുന്നതിന് മുമ്പ് ഒരു 6 വർഷത്തോളം എല്ലാ ഈദ് സമയത്തും ഒരു കുഞ്ഞു സമ്മാനമായിട്ട് എന്നെ കാണാൻ വരുമായിരുന്നു. അതെൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒത്തിരി എൻ്റെ പേഷ്യൻസ് എന്നെ സ്നേഹിക്കുന്നതിൻ്റെ ഒരു അടയാളമായിട്ട് ഈശോ അതെനിക്കൊരു വലിയ ഒരു അവാർഡ് തന്ന പോലായിരുന്നു. എനിക്ക് അദ്ദേഹത്തെ കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം തോന്നിയിട്ടുണ്ട്. ഞങ്ങളുടെ വാർഡിൽ നൈജീരിയൻ ഒരു പേഷ്യൻ്റ് അഡ്മിറ്റായിരുന്നു. ആ പേഷ്യൻ്റ് ക്യാൻസറായി ഒരു ലാസ്റ്റ് സ്റ്റേജ് ആയിരുന്നു. അപ്പോൾ ആ പേഷ്യൻ്റ് പറഞ്ഞു, എനിക്കൊന്ന് വിശുദ്ധ കുർബാന സ്വീകരിക്കണം, ഹോളി കമ്മ്യൂണിയൻ ഒന്ന് അറേഞ്ച് ചെയ്യാനായിട്ട് പറ്റുമോ എന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ അത് കൊടുക്കാൻ പറ്റി. ആ പേഷ്യൻറ്റിന് നൈജീരിയയിലേക്ക് പോയി. പേഷ്യൻ്റ് മരിച്ചു. എങ്കിലും അത് നിത്യജീവനിലേക്ക് ഈശോയെ സ്വീകരിച്ചിട്ടാണല്ലോ പോയത്. അതൊരു വലിയൊരു സന്തോഷത്തിന് ഒരു ഇടവരുത്തി. അതെ, ഷിജിക്ക് ആ ആൾക്ക് വിശുദ്ധ കുർബാന എത്രയും പെട്ടെന്ന് എത്തിച്ചു കൊടുക്കാനും അത് സ്വീകരിച്ചിട്ട് അത് മരണപ്പെടുവാനിടയായി. ആ ഒരു സംഭവം എന്നെയും വളരെയധികം നീ അന്ന് പറഞ്ഞപ്പോൾ തൊട്ടേ എൻ്റെ മനസ്സിനെ അത് ഒത്തിരിയധികം സന്തോഷിപ്പിച്ചായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്ന ഇതര മതത്തിൽപ്പെട്ട ഒരു സഹോദരി ഉണ്ടായിരുന്നു. ഒരു ദിവസം ആ സഹോദരിയുടെ ഭർത്താവ് എന്നോട് പറഞ്ഞു, സിസ്റ്ററെ ഒന്ന് എൻ്റെ വീട്ടിലേക്ക് വരാമോ എന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ രാവിലെ അവരുടെ വീട്ടിൽ ചെന്നു. അന്നേരം പുള്ളിക്കാരി ഡെലിവറി ആയി കിടക്കുകയാണ്. 5-6 ദിവസമേ ആയിട്ടുള്ളൂ ഡെലിവറി ആയി. ഡിസ്ചാർജ് ചെയ്ത് വന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, സിസ്റ്ററെ എനിക്കൊരു പരുവുണ്ടോ, ഒന്ന് നോക്കാവോ, എനിക്ക് കുഞ്ഞിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാൻ പറ്റത്തില്ല, ഒരു ഡ്രസ്സിങ് ചെയ്ത് തരാമോ എന്ന് ചോദിച്ചു. ആ സമയം എൻ്റെ കയ്യിൽ ഡ്രസ്സിങ് ഒന്നുമില്ല. അപ്പം ഞാൻ എന്നാൽ ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് നോക്കിയപ്പം എനിക്ക് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ പേടിച്ചു പോയി. കാരണം വലിയൊരു പരുവായിരുന്നു, അത് പഴുത്ത് പൊട്ടാറായി നിൽക്കുന്നു. അപ്പോൾ ഞാൻ ഓർത്ത്, ദൈവമേ ഇതൊരു ആൻറ്റിബയോട്ടിക് കൊണ്ട് നിൽക്കത്തില്ല, ഇതിന് ഓപ്പറേഷൻ ചെയ്യേണ്ടി വരുമല്ലോ, ഇനി എന്ത് ചെയ്യും, ഈ കുഞ്ഞുങ്ങളെ മറ്റ് 2 കുഞ്ഞുങ്ങളും ഉണ്ട്, ഇവരെന്ത് ചെയ്യും എന്നൊക്കെ ഓർത്ത് ഒരു നിമിഷം ഞാനും ഒന്ന് ഭയപ്പെട്ടു. അപ്പോൾ ആ സഹോദരി എന്നോട് പറഞ്ഞു, സിസ്റ്ററെ ഒരു ഡ്രസ്സിങ് ചെയ്തു തരാമെന്ന്. ആ സമയത്ത് എൻ്റെ കയ്യിൽ ഡ്രസ്സിങ്ങിന് വീട്ടിലൊരു സാധനവും ഇരിപ്പില്ല, കുറച്ച് പഞ്ഞിയും കുറച്ച് ഗോസും മാത്രമേ ഇരിപ്പുള്ളൂ. ഉടനെ ഞാൻ ഓർത്തെന്നാൽ വീട്ടിൽ വന്ന്, അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇവിടെ ഷാർജയിൽ നമുക്ക് ഒരു വാർഷിക ധ്യാനം നടക്കുന്നുണ്ടായിരുന്നു. അപ്പം കേരളത്തിൽ നിന്നൊരു ധ്യാനഗുരു വന്ന് ആ ധ്യാനത്തിൻ്റെ 4-ാം ദിവസം പറഞ്ഞു, നിങ്ങൾ വീട്ടിൽ നിന്ന് ഉപ്പോ വെള്ളമോ എന്തെങ്കിലും വെഞ്ചരിക്കാനുള്ള വസ്തുക്കൾ നിങ്ങൾ കൊണ്ടുവരണമെന്ന് പറഞ്ഞു. അങ്ങനെ വെള്ളം വെഞ്ചരിച്ച് വീട്ടിലിരിപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ അക്വാസീൽ എന്ന് പറയും, നമ്മുടെ പഞ്ഞി പോലത്തെ ആ അക്വാസീൽ ഈ വിശുദ്ധ വെള്ളം 4-ാം വെള്ളത്തിൽ മുക്കി ഞാൻ ഡ്രസ്സിങ് ചെയ്തു. 2-3 ദിവസം പോയി ഞാൻ ഡ്രസ്സിങ് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ ഒരു 5-6 ദിവസം കഴിഞ്ഞ് പിന്നെ അവരെന്നെ വിളിച്ചുമില്ല, ഞാൻ പോയി. ഒരു 5-6 ദിവസം കഴിഞ്ഞ് ഞാനൊന്ന് പോയി നോക്കുമ്പോൾ എനിക്ക് എൻ്റെ കണ്ണുകളെ തന്നെ അത് വിശ്വസിക്കാൻ പറ്റിയില്ല. അതങ്ങ് ഷ്രിങ്കായി, ആ പരു അങ്ങ് കുറഞ്ഞ് ഒരു കറുത്ത മാർക്ക് മാത്രമായിട്ട് കിടന്നു. അതുപോലെ എന്നെ അത് ഭയങ്കരമായിട്ട് പിന്നെ എപ്പോഴും ഞാൻ പിള്ളേർക്കൊക്കെ ആണെങ്കിലും അസുഖം വരുമ്പോഴും എന്തെങ്കിലുമൊക്കെ ചെറിയ കാര്യം വരുമ്പോൾ ഈ അനാമെള്ളം എടുത്ത് കുരിശ് വരച്ച്, കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ ഒക്കെ നെറ്റിയെ കുരിശ് വരച്ച് നമുക്ക് അസുഖം വരുമ്പോഴും ഒക്കെ അതെടുത്ത് കുടിക്കുകയും അങ്ങനെ ചെയ്യാനൊക്കെ സാധിച്ചിട്ടുണ്ട്. ചേച്ചിയുടെ വിശുദ്ധിയിൽ മക്കളെ വളർത്തണം എന്ന് ചേച്ചി പറയാറില്ലേ, അതിനെക്കുറിച്ചൊന്ന് പറയാമോ? ഷിജി, വിശുദ്ധി എന്ന് പറഞ്ഞാൽ ജീവിത വിശുദ്ധി എന്നുള്ള വാക്ക് ഞാൻ എൻ്റെ അമ്മ ചെറുപ്പം തൊട്ടേ പറയായിരുന്നു. എപ്പോഴും നമ്മൾ ശരീരത്തിലും നമ്മുടെ ജീവിത മേഖലയിലെല്ലാം ഫസ്റ്റ് നമ്മൾ ശരീരവിശുദ്ധി എന്ന് പറയും. അമ്മ പറയും, വൃത്തിയായിട്ടിരുന്നാലേ പരിശുദ്ധാത്മാവ് വരത്തുള്ളൂ, നമ്മൾ ഇരിക്കുന്ന സ്ഥലം വൃത്തിയാക്കിയിടണം. അങ്ങനെ അത് ഞാൻ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. നിങ്ങൾ ഇരിക്കുന്ന സ്ഥലം എപ്പോഴും നീറ്റായിട്ടിടണം, എന്നാലേ പരിശുദ്ധാത്മാവ് ഇരിക്കത്തുള്ളൂ. പിന്നെ നമ്മളെല്ലാവരും നിനക്കറിയാലോ, നമ്മൾ ജോലിക്ക് പോകുമ്പം കുഞ്ഞുങ്ങൾ തന്നെയാണ്. അപ്പോൾ എപ്പോഴും ഞാൻ പറയും, പപ്പായും അമ്മയും അടുത്തില്ലെങ്കിലും പരിശുദ്ധ അമ്മ ഉണ്ട് ഇവിടെ, ഈശോ ഉണ്ട് ഇവിടെ. നിങ്ങൾ പഠിക്കാനിരിക്കുമ്പം
ഈ ഒരു കസേരയിൽ ഈശോയെ പിടിച്ചിരുത്തുക. അപ്പോൾ ഈശോയുടെ മടിയിലിരുന്ന് വേണം നിങ്ങൾ പഠിക്കാൻ, പരിശുദ്ധ അമ്മയോട് എന്ത് സങ്കടം ഉണ്ടെങ്കിലും അമ്മയോട് പറഞ്ഞാൽ മതി എന്നൊക്കെ പറയായിരുന്നു. അതുപോലെ തന്നെ ഞാൻ ബൈബിൾ വായിക്കാൻ വേണ്ടി പിള്ളേർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എൻ്റെ മൂത്ത മോനെ നന്നായിട്ട് വരയ്ക്കില്ലേ ചേച്ചി? അവന് വരയ്ക്കാനുള്ള കഴിവ് തന്നെ ഈ സങ്കീർത്തനം വായിച്ച് തീർന്നു കഴിഞ്ഞ പിന്നെയാണ് നന്നായിട്ട് അവൻ വരയ്ക്കാൻ തുടങ്ങി. രണ്ടാമത്തെ മോനാണ് സങ്കീർത്തനം വായിച്ച് തീർന്നപ്പോഴാണ് അവൻ പാട്ട് പാടാനുള്ള ഒരു കഴിവ് ദൈവം കൊടുത്തു. അതുകൊണ്ട് തന്നെ മൂന്നാമത്തെ മോനും ഇവർക്ക് രണ്ടുപേർക്കും ഇങ്ങനെയുള്ളതുകൊണ്ട് അവനും ഇപ്പം ബൈബിൾ വായിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അത് ചേച്ചി നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അത് എന്നോട് പറഞ്ഞപ്പോൾ എനിക്കത് ഭയങ്കര സ്വാധീനിച്ചു. അപ്പോൾ ഞാനും മക്കൾക്ക് അവർക്ക് വായിക്കാനൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, എൻ്റെ രണ്ടാമത്തെ മോൾക്ക്. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു നീ ബൈബിൾ വായിച്ച് തുടങ്ങാമെന്ന്. അങ്ങനെ ബൈബിൾ വായിച്ച് തുടങ്ങിയിട്ടാണ് അവൾ ഇംഗ്ലീഷ് നന്നായിട്ടൊന്ന് റീഡ് ചെയ്യാനായിട്ട് അവൾ തുടങ്ങിയത്. അതെനിക്ക് ഒത്തിരി സ്വാധീനിച്ചതാണ് ചേച്ചിയുടെ കയ്യിൽ നിന്ന് കേട്ടോ. അതെ മോളെ, അന്നൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ സമയം, നമ്മൾ ജോലി ചെയ്യുമ്പോഴും ആ സമയത്തൊക്കെയാണ് ഇവിടെ UAE ലാൻഡ് ലൈൻ ഫ്രീ ആക്കുന്നത്. അതിനു മുമ്പൊക്കെ നമുക്ക് പൈസ ആകുമായിരുന്നു. അങ്ങനെ നമ്മൾ UAE ഫ്രീ ആയപ്പം അത് ടെലിഫോൺ ഫ്രീ ആക്കിയപ്പോൾ നമ്മൾ ഈശോയ്ക്ക് നന്ദി പറയാമെന്നും പറഞ്ഞാണ് നമ്മൾ ഈ ഒരു ഫോണിൽ കൂടെ നമ്മളൊന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നത്. പിന്നെ ആ ഒരു പ്രാർത്ഥനയിൽ കൂടി നമുക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ, ഒത്തിരി വചനങ്ങൾ കാണാൻ പഠിക്കാനും പാട്ട് പഠിക്കാനും പ്രാർത്ഥനകൾ പഠിക്കാനും ഒക്കെ ദൈവം നമുക്ക് ഇടയാക്കി. അതൊത്തിരി എന്നെ സന്തോഷപ്പെടുത്തിയിട്ടുണ്ട്. ദൈവ സാന്നിധ്യം അനുഭവിച്ച നിമിഷങ്ങളായിരുന്നു അതൊക്കെ. അതുപോലെ നമ്മൾ ആ ഓരോ ദിക്കുകളിലേക്കും തിരിഞ്ഞു നിന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയും സ്തുതിക്കുകയും ഒക്കെ ചെയ്യാനൊക്കെ ഉള്ള ഒരു കൃപ ദൈവം നമുക്ക് അന്ന് തന്നിട്ടുണ്ടായിരുന്നു. അതെ അതെ, അത് ദൈവം നമ്മളെ ഒരുക്കിയതാണ്. ആ സമയത്ത് ഒത്തിരി മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് സാധിച്ചത് ആ സമയത്തൊക്കെ. അതെ, അങ്ങനെ പ്രാർത്ഥിച്ചപ്പോഴല്ലേ ഷിജിക്ക് ഇളയ മോനുണ്ടായത്. അതെ അതെ, തീർച്ചയായിട്ടും. അത് ഞാൻ ഓർക്കും, നമ്മൾ വേറൊരാൾക്ക് കുഞ്ഞുണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിച്ച ആ സമയത്ത് തന്നെ നീ കൺസീവ് ആവുകയും നീ ആ സമയം ഒത്തിരി ഒരു മോന് വേണ്ടി ആഗ്രഹിച്ചിരുന്ന സമയമാണ്. അത് ദൈവം നടത്തി തന്നു. പിന്നെ ഷിജിയെ സംബന്ധിച്ച് ഷിജിയുടെ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ മരണത്തിന്റെ താഴ്വരയിൽ കൂടി നടന്നപ്പോൾ കർത്താവ് താങ്ങി നടത്തിയതായിട്ട് പറയുമല്ലോ, അതിനെ കുറിച്ചൊന്ന്. അത് എൻ്റെ അനുഭവത്തിലൂടെ അങ്ങനെ ഞാൻ അനുഭവിച്ചറിഞ്ഞല്ലോ. ചേച്ചിക്ക് അറിയാമല്ലോ, എൻ്റെ ഹസ്ബൻഡിന് ഒരു ചെറിയൊരു ഓപ്പറേഷന് വേണ്ടി, ഹെർണിയയുടെ ഒരു ഓപ്പറേഷന് വേണ്ടിയിട്ട് വന്നു. അതൊരു കോംപ്ലിക്കേഷനായി വെന്റിലേറ്ററിലൂടെ കടന്നു പോയപ്പോഴൊക്കെ എനിക്ക് ആരോടൊന്നും സംസാരിക്കാനോ ഒന്നും പ്രാർത്ഥിക്കാനോ ഒന്നും പറ്റുന്നില്ല. ഞാൻ പൂർണ്ണമായിട്ടും സൈലൻ്റ് ആയിട്ടുള്ളൊരു അവസ്ഥയായിരുന്നു. അപ്പോൾ മരണത്തിൻ്റെ നേൽവീണ താഴ്വിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടെ നിന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല എന്ന് പറഞ്ഞുള്ള വചനം എന്നെ ഒത്തിരി ശക്തിപ്പെടുത്തി. ദൈവത്തിൻ്റെ സ്നേഹം ദൈവമക്കളിലൂടെ അനുഭവിച്ചറിഞ്ഞു. തീർച്ചയായിട്ടും അതും ഞങ്ങൾക്കും നമ്മുടെ സഭയ്ക്കും നമ്മുടെ കൂട്ടായ്മയ്ക്കൊക്കെ അതൊരു എല്ലാവർക്കും തന്നെ ദൈവത്തെ കൂടുതലായിട്ട് അറിയാനും മധ്യസ്ഥ പ്രാർത്ഥനകളിൽ ബലപ്പെടുത്തുവാനും ഒക്കെ നമുക്കതിന് കഴിഞ്ഞു. അതുപോലെ തന്നെ ഷിജി കഴിഞ്ഞിടയ്ക്ക് ഞങ്ങളുടെ ഒരു പേഷ്യൻ്റ്, പ്രായമായ ഒരു അമ്മച്ചി ഞങ്ങളുടെ വാർഡിൽ മരിച്ചു. അന്നേരം ഞാനും വേറൊരു മലയാളി സ്റ്റാഫുമായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഈ അമ്മച്ചിക്കുള്ള കെയർ കൊടുത്ത്, പോസ്റ്റ്മോർട്ടം കെയർ കൊടുത്ത് ഈ അമ്മച്ചിയെ ഒരുക്കി അവരുടെ പേഷ്യൻറ്റിനെ ബോഡി ഹാൻഡ് ഓവർ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഒരു 1.5 മാസം കഴിഞ്ഞ ഉടനെ ഞങ്ങളുടെ അമ്മച്ചി, എൻ്റെ ഹസ്ബൻഡ് അമ്മച്ചി മരിച്ചുപോയി. അന്നേരം ഞങ്ങൾ പെട്ടെന്ന് നാട്ടിൽ ചെന്നപ്പോൾ ഈ അമ്മച്ചി അതുപോലെ തന്നെ അവർ നല്ല പ്രാർത്ഥിച്ച് എൻ്റെ മുന്നിൽ എനിക്കും ഇതിൻ്റെ അകത്ത് കയറാൻ പറ്റി. അന്നേരം അന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ച് വിട്ടുകൊണ്ടായിരിക്കും ആ ചേച്ചിമാരും അവിടെ നിന്ന് നന്നായിട്ട് പ്രാർത്ഥിച്ച് ആണ് അമ്മച്ചിയെ ഞങ്ങൾക്ക് ഒരുക്കി കയ്യിലോട്ട് തന്നത്. അപ്പം ഞാനോർത്ത് ഈശോയെ, ഞങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യവും നിൻ്റെ കയ്യിൽ രേഖപ്പെടുത്തുന്നുണ്ടല്ലോ. അപ്പം എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. അമ്മച്ചിയെ നല്ല സുന്ദരി കുട്ടിയായിട്ടാണ് ഞങ്ങളുടെ കയ്യിലോട്ട് തന്നത്. അന്നേരം നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ദൈവത്തിൻ്റെ മുമ്പിൽ ദൈവം അത് രേഖപ്പെടുത്തുന്നുണ്ട്. അതിൻ്റെ ഇരട്ടിയായിട്ട് ദൈവം നമ്മളെ അനുഗ്രഹിക്കുമെന്ന ഒരു വിശ്വാസത്തിലേക്ക് എന്നെ അത് എത്തിച്ചു. അതുപോലെ ഷിജി ഓർക്കുന്നില്ലേ, നമ്മൾ വാർഡിൽ 3 മണിക്കൊക്കെ നൈറ്റ് ഡ്യൂട്ടി ഉള്ളപ്പം, ഫ്രീ ഉള്ളപ്പം ഈ കോറിഡോറിൽ കൂടെ നടന്ന് നമ്മൾ കയ്യെ പിടിച്ച് കൊന്ത ചൊല്ലി എല്ലാം പേഷ്യൻസിനെയൊക്കെ സമർപ്പിച്ച് അതൊരു വലിയൊരു അനുഭവമായിരുന്നു. ഒരു പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു അഭിഷേകം നിറഞ്ഞ സമയങ്ങളായിരുന്നു അതെല്ലാം. അതുപോലെ വിശുദ്ധ കുർബാന, ഞങ്ങളുടെ ഒരു പേഷ്യൻസ് ഭയങ്കരമായിട്ട് വയലൻ്റ് ആയിരുന്നു അന്ന്, ഈ കൊറോണ സമയം. അന്ന് കുർബാനയൊന്നും ഇല്ല. അപ്പം ഞാൻ ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് ഈ ദിവ്യകാരുണ്യം അതിൽ ലൈവ് ദിവ്യകാരുണ്യത്തിൻ്റെ ഇതെടുത്ത് ഈ പേഷ്യൻസിൻ്റെ ആ റൂമിലോട്ട് തിരിച്ചു വെച്ചു. വയലൻ്റായ പേഷ്യൻ്റ് ഒരു 10 മിനിറ്റ് കൊണ്ട്, ഞങ്ങൾ 2-3 സൈസ് മരുന്ന് കൊടുത്തിട്ടൊന്നും 1 മണിക്കൂറായിട്ട് ഉറങ്ങുന്നില്ല. ഈ ദിവ്യകാരുണ്യം അങ്ങോട്ട് തിരിച്ചു വെച്ച് കഴിഞ്ഞ ഉടനെ പേഷ്യൻ്റ് നന്നായിട്ട് ഉറങ്ങി. ഒരു 6 മണി വരെ
ഒരു ബഹളവും ഇല്ലാതെ ഉറങ്ങി. അപ്പൊ ദിവ്യകാരുണ്യത്തിന്റെ ഒരു ശക്തി. അപ്പൊ ഞാൻ ഓർത്ത് ഈ വാർഡിൽ ഇതുപോലെ നമുക്ക് ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങളുള്ള ആ റൂമിലൊക്കെ പോയി ഈ ദിവ്യകാരുണ്യത്തിന് നമ്മൾ മൊബൈലിൽ കൊണ്ടുവന്ന് വെച്ചാലും നമുക്ക് കണ്ണ് മുമ്പിൽ കാണാൻ പറ്റും പേഷ്യന്റ് അത് പിന്നെ റിക്കവർ ആയി തിരിച്ചു വരുന്നത്. ഇത് ചേച്ചി പറഞ്ഞപ്പോഴാണ് നമ്മുടെ അവിടെ ഒരു പേഷ്യൻ്റ് ഗ്യാസ്പിങ്ങിൽ കിടക്കുകയാണ്. പേഷ്യൻറ്റിന് ഒരു ലാസ്റ്റ് നിമിഷം അപ്പോൾ അവരെ ഹസ്ബൻഡിന് ആഗ്രഹമുണ്ട് ഭാര്യയ്ക്ക് ഒരു വിശുദ്ധ കുർബാന കൊടുത്ത് മരിക്കണം എന്നുള്ളത്. അപ്പോൾ അത് ആ ഒരു സമയത്ത് ഒത്തിരി ആഗ്രഹിച്ചു അവർ. അപ്പം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലും നമ്മുടെ നേഴ്സിംഗ് കൂട്ടായ്മയിൽ നിന്ന് നമ്മൾ അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ വിശുദ്ധ കുർബാനയ്ക്ക് അറേഞ്ച് ചെയ്ത് ഈ വിശുദ്ധ കുർബാന അച്ഛൻ കൊടുത്ത് അച്ഛൻ പറഞ്ഞു ഈ ദിവസം തന്നെ 2-3 മണിക്കൂറിനുള്ളിൽ ഈ അമ്മ മരിക്കും. അതുപോലെ തന്നെ 2-3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അമ്മ വിശുദ്ധ കുർബാന സ്വീകരിച്ച് മരിച്ചു. അപ്പോൾ അത് അവർക്ക് ഒത്തിരി സന്തോഷം നൽകി. അവർ ആഗ്രഹിച്ചല്ലോ, അതതുപോലെ തന്നെ വിശുദ്ധ കുർബാന കിട്ടിയത് അവർക്ക് ഒത്തിരി സന്തോഷമായി. തീർച്ചയായിട്ടും വിശുദ്ധ കുർബാന സ്വീകരിച്ച് മരിക്കാൻ ദൈവം ഇടയാക്കി. വല്ല ചെറുപ്പകാലത്തൊട്ട് ഈ മാതാവിനോടുള്ളൊരു വിശ്വാസം ഞങ്ങൾക്കുണ്ടായിരുന്നു. എന്നുവെച്ചാൽ എൻ്റെ ഫാദർ എല്ലാ ശനിയാഴ്ചയും എനിക്കും എൻ്റെ ബ്രദറിനും ഒരു കുഞ്ഞു ബൊക്കെ ഉണ്ടാക്കിയത്. നമ്മുടെ സാധാരണ വീട്ടിലെ പൂക്കളെല്ലാം അവിടെ വെച്ചൊരു ബൊക്ക. അപ്പോൾ ഈ ഒരു ബൊക്ക കൊണ്ടുപോയി മാതാവിൻ്റെ നിത്യസഹായ മാതാവിൻ്റെ നൊവേനയിൽ കൊണ്ട് വെക്കാൻ വേണ്ടി അങ്ങനെ ഞങ്ങൾ ചെറുപ്പം തൊട്ടേ പള്ളിയോടും ഇതിനോടും ചേർന്ന് നിന്നാണ് വളർന്നത്. പിന്നെ അത് കഴിഞ്ഞ് നേഴ്സിംഗ് പഠനകാലത്തും എനിക്ക് 1 തൊട്ട് 10 വരെ ഞാൻ ഒരു നമ്മുടെ പള്ളിയുടെ തന്നെ സ്കൂളിലാണ് പഠിച്ചത്. ആദ്യ വെള്ളിയാഴ്ച കുർബാനയും കുമ്പസാരവും ഒക്കെ ഉണ്ടായിരുന്നു. നേഴ്സിംഗ് ജീവിതത്തിൽ ചെന്നപ്പോഴത്തേക്ക് എനിക്ക് നല്ല കൂട്ടുകാർ, നല്ല വിശുദ്ധിയുള്ള കൂട്ടുകാരെയാണ് എനിക്ക് അന്നും ഇന്നും കിട്ടിയേക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ബോണ്ട് ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് കാഷ്വൽ ലീവ് ഒക്കെ എടുത്ത് ഞങ്ങൾക്ക് ധ്യാനം കൂടാൻ മുരിങ്ങൂർ 5 ദിവസത്തെ ധ്യാനത്തിനൊക്കെ പോകാനും അങ്ങനെ ദൈവത്തെ അന്നോട്ടെ ഞങ്ങൾക്ക് കൂടുതലായിട്ട് ചേർന്ന് നിൽക്കാൻ പറ്റിയിട്ടുണ്ട്. അതേ ചേച്ചി, സോറിയാസിസ് ആയിട്ടൊരു പേഷ്യൻ്റ് ഞങ്ങളുടെ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. അവിടെ ദേഹമാസകലം വ്രണത്താൽ മൂടപ്പെട്ട് കിടക്കായിരുന്നു. അങ്ങനെ ആ പേഷ്യൻ്റ് ബെഡ്ഷീറ്റ് ഇട്ട് മൂടിക്കിടക്കുകയായിരുന്നുള്ളൂ. അപ്പോൾ ആ പേഷ്യൻറ്റിനെ സ്കിൻ ഡോക്ടർ വന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, നമ്മൾ അതിനെ മരുന്ന് കൊടുക്കുക, അതോടൊപ്പം തന്നെ നന്നായിട്ട് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ അവർക്ക് ബൈബിൾ തൊട്ടടുത്ത് ഞങ്ങൾ ബൈബിൾ കൊണ്ടുവന്നു. ബൈബിൾ കൊണ്ടുവന്ന് എല്ലാ ദിവസവും വായിക്കുകയായിരുന്നു. അങ്ങനെ പതുക്കെ അത് ബൈബിൾ വചനം കേൾക്കാനായിട്ട് തുടങ്ങി. ബൈബിൾ വചനം കേട്ട് പതുക്കെ എഴുന്നേറ്റിരുന്നു. പതിയെ ഒരു മാറ്റങ്ങളിലൂടെ കടന്നു വന്നു. അത് ആഹാരം കഴിക്കാനൊക്കെ തുടങ്ങി. അത് നമുക്ക് നേഴ്സുമാരായിട്ട് നമുക്ക് എല്ലാവർക്കും വലിയൊരു സന്തോഷവും വലിയൊരു വിശ്വാസത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്നു. അതെ ഷിജി, പ്രൈസ് ദി ലോർഡ്. ഇത്രത്തോളം നമ്മുടെ ജോലി മേഖലകളിലും ജീവിതത്തിലും നമ്മളെ സഹായിച്ച നമ്മുടെ കൂടെ ഇരുന്ന ഈശോയ്ക്ക് 1000 മഹത്വം. നമുക്കും ഇനിയുള്ള നമ്മുടെ ജീവിത മേഖലകളിൽ, നമ്മുടെ ജോലി മേഖലകളിൽ കർത്താവ് കൂട്ടായിരിക്കട്ടെ. എല്ലാ നേഴ്സുമാർക്കും വേണ്ടി ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, ഇത്രത്തോളം വഴി നടത്തിയ നല്ല ദൈവമേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. പരിശുദ്ധ അമ്മേ മാതാവേ, ഞങ്ങൾക്ക് ജോലി ചെയ്യുവാനും ആത്മാർത്ഥതയോടെ ജോലി ചെയ്യുവാൻ, മറ്റുള്ളവർക്ക് സ്നേഹിക്കുവാൻ, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഒക്കെയുള്ള കൃപാവരം അമ്മ മാതാവേ ഞങ്ങളിലേക്കും ഞങ്ങളുടെ കുടുംബാംഗങ്ങളിലേക്കും ദൈവമേ എല്ലാ നേഴ്സുമാരിലേക്കും അവിടുന്ന് പകർന്നു കൊടുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. നാം ജനിക്കും മുമ്പ് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് സ്വപ്നം കണ്ടവനാണ് നമ്മുടെ ദൈവം. അതിനാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ കാര്യങ്ങളെക്കുറിച്ചും ദൈവത്തിന് കൃത്യമായ പദ്ധതികളുണ്ട്. ഈ നേഴ്സ് സഹോദരങ്ങളുടെ ജീവിത സാക്ഷ്യം അതുതന്നെയാണ് നമ്മളെ പഠിപ്പിക്കുന്നതും. അതിനാൽ അതനുസരിച്ച് ജീവിക്കാൻ നമുക്ക് സാധിക്കട്ടെ. അതിനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള എല്ലാ നേഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴിയായി ഈശോയ്ക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നേഴ്സും ഒരു വിശുദ്ധനായി തീരട്ടെ. ആമേൻ.
ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.